ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന നോട്ടിൻ്റെ എപ്പിസോഡ് 7 ആണേ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നക്കിനെയും ഓങ്സേനെയാണ്. അപ്പോൾ അവരുടെ ആ ഒരു റൊമാൻറ്റിക് നൈറ്റിനൊക്കെ ശേഷം ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ ബെഡിൽ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓങ്സയാണെങ്കിൽ ശരിക്കും അങ്ങ് ഷൈ ആവുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നക്കിനാണെങ്കിൽ പറയുന്നുണ്ട്, എൻ്റെ ബോയ് ഫ്രണ്ട് ശരിക്കും ഭയങ്കര ക്യൂട്ടാണ്, ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ ഫേസ് ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവനെ. അത് കഴിഞ്ഞ് നക്കിനാണെങ്കിൽ പറയുകയാണ്, നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് ഒഫീഷ്യലാക്കിയാലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഓങ്സെ ചോദിക്കുകയാണ്, നിൻ്റെ സംസാരം കേട്ടാൽ ഞാൻ അത് സമ്മതിച്ച പോലാണല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നക്കിനാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പാണ്, നീ എന്നെ നിരാശപ്പെടുത്തില്ലെന്ന് എനിക്ക് ഉറപ്പാന്ന് പറയുകയാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നീ അത്രയും കോൺഫിഡൻ്റ് ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതേന്ന് പറയുകയാണ്. അപ്പം നക്കിനാണെങ്കിൽ പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ ഈ ഒരു നൈറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറയുകയാണ്. അപ്പം ഓങ്സെ ആണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ അതിന് ഓൾറെഡി നിൻ്റെ കൂടെ നൈറ്റ് സ്പെൻഡ് ചെയ്തല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ അതല്ല, നീ എൻ്റെ കൂടെ രാവിലെ വരെ ഇവിടെ തന്നെ കാണണം, എൻ്റെ കൂടെ തന്നെ കാണണമെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഓങ്സി ആണെങ്കിൽ അവനോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഡേറ്റ് ചെയ്യുന്നതിൽ ശരിക്കും ഓക്കെ ആണോ എന്നിങ്ങനെ ചോദിക്കുവാണ് അവൻ. എന്നിട്ട് ഓങ്സി ആണെങ്കിൽ പറയുന്നുണ്ട്, നിൻ്റെ ഫാമിലി ഒരിക്കലും മറ്റുള്ള ഫാമിലീസിനെ കണക്ക് ഓർഡിനറി ആയിട്ടുള്ള എന്നല്ല, നിങ്ങളുടെ ഫാമിലിയിലെ റൂൾസൊക്കെ വളരെ ക്ലിയറാണ്. അതുപോലെ നിൻ്റെ ഡാഡാണെങ്കിൽ ഒരു ട്രൂ ആൽഫ ആയിട്ടുള്ള നിന്നെ ഒരു ഒമേഗേനെ കൊണ്ടേ കല്യാണം കഴിപ്പിക്കുമെന്ന് പറയുകയാണ്. അതിലൂടെ നിൻ്റെ ഫാമിലിയുടെ റെപ്യൂട്ടേഷൻ കൂടാനും ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ പവർ കൂടാനും വേണ്ടിയിട്ട് ഇതൊക്കെ ഒരുപാട് നാൾ മുമ്പേ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് പറയുകയാണ്. എന്നാൽ ഞാനെന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നക്കിനാണെങ്കിൽ അവനെ പറയാൻ സമ്മതിക്കുന്നില്ല. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നിൻ്റെ ഡാഡ് എന്തായാലും നമ്മളെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമ്മളെ ബ്രേക്കപ്പ് ചെയ്യാനായിട്ട് പറയൂന്നിങ്ങനെ പറയാണ്. അപ്പം നക്കിനാണെങ്കിൽ പറയുന്നുണ്ട്, ആ ഒരു റൂൾസ് എല്ലാം ഒരുപാട് നാൾ മുമ്പുള്ളതാണ്, അതേപോലെ തന്നെ ബിസിനസ്സിൽ എന്ത് വന്നാലും ഞാൻ അതൊന്നും കെയർ ചെയ്യുന്നില്ല എന്ന് പറയണം. എന്നിട്ട് പറയുന്നുണ്ട്, മറ്റുള്ളവർ നിന്നെ എങ്ങനെ കണ്ടാലും ഞാനതൊന്നും കാര്യമാക്കുന്നില്ല, കാരണം ഞാൻ ചൂസ് ചെയ്തത് നിന്നെയാണെന്ന് പറയാണ്. അത് നീ ഒരു ബീറ്റയോ അല്ലെങ്കിൽ ഒരു ഒമേഗയോ ഒന്നും ആയതുകൊണ്ടൊന്നും അല്ല, നീ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ചൂസ് ചെയ്തതെന്ന് പറയാണ്. ഞാൻ എൻ്റെ ഡാഡിൻ്റെ ഓർഡേഴ്സ് എനിക്ക് അനുസരിക്കാൻ പറ്റിയില്ല എന്ന് വരും, അത് അദ്ദേഹത്തെ കുറച്ച് അപ്സെറ്റ് ആക്കിയേക്കാം, എന്നാലും ഞാൻ ഒരിക്കലും നിൻ്റെ കൈ വിടത്തില്ല എന്നിങ്ങനെ പറയാണ്. ഓങ്സി ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഇനി നിനക്ക് ഞാൻ കാരണം എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഒരു നഷ്ടം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ നമ്മുടെ റിലേഷൻഷിപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവനൊരു കിസ്സൊക്കെ കൊടുക്കുന്നുണ്ടേ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ ബോയ് ഫ്രണ്ട് സമ്മതിച്ചല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മോങ്സി പറയുന്നുണ്ട്, ഞാൻ എപ്പോഴാണ് സമ്മതിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം നക്കിനാണെങ്കിൽ പറയുന്നുണ്ട്, നീയല്ലേ ഇപ്പോൾ സമ്മതിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, അത് ജസ്റ്റ് ഞാൻ തല ഉലുക്കിയതല്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട്, അതിനർത്ഥം നീ സമ്മതിച്ചതാന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഒരു കിസ്സൊക്കെ കൊടുക്കുവാണേ. എന്നിട്ട് നക്കിനാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ കുറച്ചധികം നാളായി ആരെങ്കിലുമായിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ടെന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഇത് കേട്ടത് ഓങ്സി ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ ഒരുപാട് ആളുകളുമായിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അങ്ങനൊന്നും അല്ല, നീ ചിന്തിക്കുന്നതിനൊക്കൊന്നും അല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, പിന്നെ എന്താണെന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്താ നീ ജലസ് ആണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഓങ്സി ആണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ ജലസൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും എനിക്കിത് ഇഷ്ടമായെന്ന് പറയണം. അപ്പം അവൻ ചോദിക്കുന്നുണ്ട്, എന്തെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയാണ്, നീ എന്നെപ്പറ്റി ഓർത്ത് ഇങ്ങനെ ജലസ് ആയത് എനിക്ക് ഇഷ്ടമായെന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഇങ്ങനെ ഹഗ് ചെയ്ത് കിടക്കുവാണേ. അത് കഴിയുമ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഫാറ്റിനെയും നക്കുനെയാണ്. അവരിപ്പോഴും നമ്മുടെ നക്കുനുണ്ടാക്കിയ ആ ഒരു നെസ്റ്റിനകത്താണ് കേട്ടോ കിടക്കുന്നത്. എന്നിട്ട് അവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിസ്സൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരുടേതായ കുറച്ച് റൊമാൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ നടക്കുന്നത്. അങ്ങനെ അവരുടേതായ ഒരു റൊമാൻറ്റിക് നൈറ്റിനൊക്കെ ശേഷം ഇപ്പോൾ രണ്ടുപേരും രാവിലെ എണീറ്റിരിക്കുവാണേ. അപ്പം നക്കുനാണെങ്കിൽ ഫാറ്റിൻ്റെ വയറിൽ നോക്കിയിട്ട് ഒരു കിസ്സ് കൊടുക്കുവാണേ. അപ്പം അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ എന്തായി ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം നക്കുനാണെങ്കിൽ പറയുന്നുണ്ട്, അത് ഞാൻ എൻ്റെ ലിറ്റിൽ ബേബിക്കൊരു കിസ്സ് കൊടുത്തതാന്ന് പറയാണ്. അപ്പോൾ ഒന്നും മനസ്സിലാവാതെ നമ്മുടെ ഫാറ്റാണെങ്കിൽ ചോദിക്കുക, നീ എന്തായി പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ നമ്മുടെ ബേബിക്ക് ഒരു കിസ്സ് കൊടുത്തതാന്ന് പറയാണ്. ഫാറ്റാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ എന്തായി പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം അവനാണെങ്കിൽ പറയുകയാണ്, നീ പ്രഗ്നൻ്റ് അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം അവൻ ചോദിക്കുന്നുണ്ട്, എന്തെന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഫാറ്റാണെങ്കിൽ ചോദിക്കുകയാണ്, എന്ത് പ്രഗ്നൻ്റോ, ഞാനെങ്ങനെ അതിന് പ്രഗ്നൻ്റ് ആവാനെന്നൊക്കെ ചോദിക്കുവാണ്. അപ്പം നക്കുനാണെങ്കിൽ പറയുന്നുണ്ട്, നീ പ്രഗ്നൻ്റ് ആകാൻ തന്നെയാണ് സാധ്യത, യൂഷ്വലി നമ്മൾ ഒരുമിച്ച് തന്നെയല്ലേ ഇങ്ങനെ കിടക്കാറൊക്കെ ഉള്ളത്, അതുമാത്രമല്ല നമ്മൾ കഴിഞ്ഞ വീക്കിലല്ലേ നമ്മൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫാറ്റാണെങ്കിൽ അവനൊരു അടിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവനടുത്ത് ചോദിക്കണം, ഞാൻ ശരിക്കും ഇപ്പോൾ പ്രഗ്നൻ്റ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, സിലയുമായും നിൻ്റെ സിംറ്റംസ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്, നീ ഇതണക്ക് ഭയങ്കര ടയേർഡായിരുന്നു, അതേപോലെ തന്നെ നീ വൊമിറ്റ് ചെയ്തു എന്നൊക്കെ അവനിങ്ങനെ പറയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നമുക്ക് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണാമെന്നൊക്കെ അവൻ പറയുന്നുണ്ട്.
അപ്പോഴാണ് കേട്ടോ നമ്മുടെ ഫാറ്റ് അവൻ കിടന്ന സ്ഥലം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഇതെന്താ നിൻ്റെ ഡ്രസ്സെല്ലാം ഇവിടെ ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നക്കുനാണെങ്കിൽ പറയുന്നുണ്ട്, ഇതെന്ന് പറഞ്ഞാൽ നെസ്റ്റിംഗ് ആണ്. ഒരു ന്യൂലി പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒമേഗാസിന് അവരുടെ ആൽഫാസിൻ്റെ സെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാനാണ് ഈ ഒരു നെസ്റ്റ് പ്രിപ്പയർ ചെയ്തതെന്ന് പറയാണ്. അപ്പോൾ അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അപ്പം ഞാൻ ശരിക്കും പ്രഗ്നൻ്റ് ആണോ, എന്നാൽ ഞാനൊരു മാൻ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, ഇനി ഞാൻ ശരിക്കും പ്രഗ്നൻ്റ് ആണെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ഒരു ബേബീനെയൊക്കെ ജനിപ്പിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നക്കുനാണെങ്കിൽ പറയുന്നുണ്ട്, നീ വെറുതെ വറീഡ് ആകണ്ട. നോർമലി മെയിലായിട്ടുള്ള ഒമേഗാസിന് അവർക്ക് ഹിഡൻ ആയിട്ടുള്ളൊരു റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ടെന്ന് പറയാണ്. ഈ ഒരു പ്രഗ്നൻസി പ്രോസസ്സിൽ നിൻ്റെ ഹോർമോൺസൊക്കെ ചേഞ്ച് ആയിട്ട് അതൊരു ബർത്ത് കനാലായിട്ട് ഫോം ആവും എന്നൊക്കെ പറയാണ്. ഇത് നാച്ചുറലി ഉള്ളൊരു പ്രോസസ്സാണ് ഒമേഗാസിനെന്ന് പറയുമ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട്, ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു എന്ന് പറയാണ് കേട്ടോ ഫാറ്റാണെങ്കിൽ ചോദിക്കുകയാണ്, ശരിക്കും ഞാൻ ആരാന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നക്കുനാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും നീ ഒരു മോൺസ്റ്റർ ഒന്നും അല്ലാന്ന് ഇങ്ങനെ പറയാണ്. എന്നിട്ട് ഫാറ്റാണെങ്കിൽ ഇങ്ങനെ ചോദിക്കുകയാണ്, ശരിക്കും ഞാൻ പ്രഗ്നൻ്റ് ആണോ, എന്നാലും ഞാൻ എങ്ങനെയായിരിക്കും പ്രഗ്നൻ്റ് ആയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നക്കുനാണെങ്കിൽ പറയുകയാണ്, അത് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഫാറ്റാണെങ്കിൽ പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരുന്നേന്ന് ഇങ്ങനെ ദേഷിച്ച് പറയാണ് കേട്ടോ. അപ്പം നക്കുനാണെങ്കിൽ പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, ഇനി എന്തൊക്കെ സംഭവിച്ചാലും നിൻ്റെ കൂടെ ഞാൻ കാണുമെന്ന് പറയാണ്. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, ഇനി ഞാൻ എത്ര നാൾ ഈ ഒരു നെസ്റ്റിൽ കഴിയണമെന്ന് ചോദിക്കുകയാണ്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, അത് നമ്മുടെ ബേബി ജനിക്കുന്നത് വരെ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയാണ്. അപ്പോൾ അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ ആണോ അതോ ബെഡിലാണോ കിടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം നക്കുനാണെങ്കിൽ പറയുന്നുണ്ട്, നീ ഇവിടെ ആണെങ്കിൽ പിന്നെ ഞാനും ഇവിടെ തന്നെ അല്ലേ കിടക്കുന്നതെന്ന് ഇങ്ങനെ പറയാണ്. അടുത്ത ദിവസം ഇവർ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങുമ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ പോകുകയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുകയെന്ന് പറയുമ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത്, ഫാറ്റിന് വയ്യേന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നക്കുനാണെങ്കിൽ ഫാറ്റിൻ്റെ വയറിലിങ്ങനെ ടച്ച് ചെയ്തിട്ട് പറയുന്നുണ്ട്, അത് ഞങ്ങൾക്ക് ഇപ്പോഴും ഷുവറായിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി പ്രോപ്പർ ചെക്ക് ചെയ്ത് നോക്കാൻ പോവുകയാണെന്നിങ്ങനെ പറയാണ്. അപ്പോൾ അമ്മയും പറയുന്നുണ്ട്, അത് നല്ലതാണ്, അപ്പോൾ നമുക്ക് കൺഫേം ആയിട്ട് അറിയാൻ പറ്റുമല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അച്ഛനാണെങ്കിൽ അങ്ങോട്ട് കയറി വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ പോകാമെന്ന് ചോദിക്കുവാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോഴത്തേക്കും അയാളാണെങ്കിൽ പറയുന്നുണ്ട്, ഒരു ചെറിയൊരു പ്രോബ്ലത്തിന് എന്തിനാണ് ഇങ്ങനെ ഹോസ്പിറ്റലിലോട്ടൊക്കെ ഇങ്ങനെ ഓടുന്നതെന്നൊക്കെ അയാളിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് അയാൾ പറയാണ്, നീ എൻ്റെ മകൻ്റെ ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിൽ അവനിപ്പോൾ ഓൾറെഡി ഒരു പ്യൂർ ഒമേഗേനെ മാരി ചെയ്തേനെന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ നക്കുനാണെങ്കിൽ പറയുന്നുണ്ട്, ഇത് നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല എന്ന് പറയുമ്പോഴത്തേക്കും അയാളാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്താണെന്ന് ചോദിക്കുമ്പോൾ നക്കുനാണെങ്കിൽ പറയുന്നുണ്ട്, ഇത് ഞാൻ തിങ്ക് ചെയ്യുന്ന കണക്കാണെങ്കിൽ നിങ്ങളൊരു ഗ്രാൻഡ് ഫാദർ ആകാൻ പോവുകയാണെന്നിങ്ങനെ പറയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, പോയി നീ ചെക്ക് ചെയ്യാൻ പറയണം, അപ്പോൾ അറിയാലോ ഇത് വൃത്തിയായിട്ടുള്ള മാറ്ററാണോ അതോ അല്ലയോ എന്നിങ്ങനെ പറയണം. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ പോയി ചെക്ക് ചെയ്യാൻ പറയാണ്. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ വരുമ്പം ഡോക്ടർ അവരുടെ റിസൾട്ടൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇതെനിക്ക് ഫാറ്റ് പ്രഗ്നൻ്റ് അല്ല എന്ന് പറയണം. അപ്പോൾ ഇത് കേൾക്കുന്നതും നമ്മുടെ നക്കുന് നല്ല സങ്കടമാവുന്നുണ്ട്, എന്നാൽ ഫാറ്റിന് അത്ര വലിയ പ്രശ്നമില്ല. ഇങ്ങനെ സിംറ്റംസ് വരാൻ കാരണം ഇവൻ ഒരുപാട് സ്ട്രെസ്ഡ് ആയതുകൊണ്ടും അതേപോലെ തന്നെ ഭയങ്കര ടയേർഡ് ആയതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു ചൈൽഡിനെ വേണമെങ്കിൽ നിങ്ങളുടെ ഒരു ചാൻസ് ഓഫ് കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ 100% ആണെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ആൽഫാസ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് തന്നെ യൂസ് ചെയ്യണമെന്നൊക്കെ പറയാണ്. അതേപോലെ നിങ്ങൾക്കിനി സക്സസ് റേറ്റ് കൂട്ടണമെങ്കിൽ ആൽഫാസ് നോട്ട് ചെയ്യണമെന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഫാറ്റാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഈ നോട്ടിങ് എന്താണെന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഡോക്ടറാണെങ്കിൽ പറയുന്നുണ്ട്, അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്, ഈ ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമായിട്ട് നിൽക്കുന്നതെന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നക്കുൻ്റെ കാര്യം മനസ്സിലാവണം കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഓങ്സേനെയാണ്. അവനാണെങ്കിൽ ഇത്തിരി ലേറ്റായിട്ട് കഫേയിൽ വരുമ്പോഴത്തേക്കും ആ ചെറുക്കനാണെങ്കിൽ അവനായിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞിങ്ങനെ ടീസ് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അവനാണെങ്കിൽ പറയുന്നുണ്ട്, അത് ഞാൻ ലേറ്റ് ആയത് ട്രാഫിക് ഇച്ചിരി തോനെ ഉണ്ടായിരുന്നു, അതുമാത്രമല്ല ഞാൻ കുറച്ചധികം ഉറങ്ങിപ്പോയെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് അവൻ പറയാണ്, ഇന്നലെ നീ പറഞ്ഞല്ലോ നീ നക്കിൻ്റെ കൂടാന്നിങ്ങനെ പറയാണ്. അപ്പോൾ അവൻ പറയുന്നത്, നീ ഒന്നും മിണ്ടാതെ പോയി അങ്ങോട്ട് ഒരു ടേബിളൊക്കെ ക്ലിയർ ചെയ്തു, കസ്റ്റമേഴ്സ് വരുന്നെന്ന് പറഞ്ഞാൽ അവനെ അങ്ങ് ഓട്ടിച്ചു വിടുവാണ്. അപ്പോൾ വന്നിരിക്കുന്ന കസ്റ്റമർ വേറെ ആരുമില്ല, നമ്മുടെ നക്കിനാണ്. അപ്പം വന്ന ഉടനെ അവനാണെങ്കിൽ ഓങ്സയ്ക്ക് ഒരു കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്ന ആൾ. അപ്പോൾ ഓങ്സ ചോദിക്കുന്നുണ്ട്, ഇത്രയും ഫ്രൂട്ട്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഈ ഒരു സ്മെല്ല് എൻ്റെ ഫെറോമോണുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണെന്ന് പറയുന്നുണ്ട്. ഇനി ഫ്യൂച്ചറിൽ ഞാൻ നിൻ്റെ കൂടെ ഇല്ലാത്ത സമയത്ത് നീ ഇത് സ്മെല്ല് ചെയ്യുമ്പം ഞാൻ നിൻ്റെ കൂടെ ഉള്ള കണക്ക് നിനക്ക് ഫീൽ ചെയ്യും എന്നൊക്കെ പറയാണവൻ. അങ്ങനെ നക്കിനാണെങ്കിൽ ഓങ്സിനെ കിസ് ചെയ്യാനായിട്ട് വരുമ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, എൻ്റെ ബ്രദർ എവിടെ ഉണ്ട്, അവൻ കാണുമെന്നിങ്ങനെ പറയാണ്. അപ്പോൾ അവൻ പറയണം, നമുക്ക് ഈ ഒരു ഓറഞ്ച് വെച്ച് ഹൈഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ അങ്ങ് കിസ് ചെയ്യാണ് കേട്ടോ അവനെ. അങ്ങനെ അവരുടെ ആ ഒരു കിസ്സിങ്ങൊക്കെ കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ നക്കുനും അതിനൊക്കെ ഫാറ്റും കൂടെ വരുവാണേ. അപ്പോൾ അവർ വന്ന ഉടനെ തന്നെ നക്കിനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നക്കുൻ പറയാണ്, അത് ഫാറ്റ് പ്രഗ്നൻ്റ് അല്ല എന്ന് പറയാണ് കേട്ടോ.
എന്നിട്ട് പറയുന്നുണ്ട് അവൻ നന്നായിട്ട് റെസ്റ്റ് എടുക്കാത്തതുകൊണ്ടും അതേപോലെ തന്നെ അവൻ്റെ സ്ട്രെസ്സൊക്കെ കാരണമാണ് ഇങ്ങനെ വന്നതെന്ന് പറയുകയാണ്. അപ്പം നക്കിനാണെങ്കിൽ ശരിക്കും അങ്ങ് ഷോക്കാവണം. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, പക്ഷേ ഞാനാണെങ്കിൽ ആ ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഓക്സി ആണെങ്കിൽ പറയുന്നുണ്ട് ഫാറ്റിന് സീരിയസ് ആയിട്ടുള്ള ഇൽനെസ് ഒന്നുമില്ല, ഇതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണെന്ന് പറയുകയാണ്. അപ്പം നക്കിൻ പറയുന്നുണ്ട്, എനിക്ക് ശരിക്കും ഒരു നെഫ്യൂ വരാൻ പോകാമെന്ന് ഞാൻ ശരിക്കും ആഗ്രഹിച്ചു എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഇനി അങ്ങനെ ഒരു കാര്യം നടന്നില്ലെങ്കിൽ അത് നമ്മുടെ ഫാമിലിക്ക് തന്നെ ചിലപ്പം ഒരു നാണക്കേടായിട്ട് ഫീൽ ചെയ്യും എന്നൊക്കെ അവനിങ്ങനെ പറയുകയാണ്. പാവം നമ്മുടെ നക്കിനും ഒരുപാടങ്ങ് ആഗ്രഹിച്ചതായിരുന്നു കേട്ടോ. എന്തായാലും അവനും നല്ല സങ്കടമായിട്ടുണ്ട്. അപ്പം നക്കിനാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും ഫാറ്റ് ഇപ്പം പ്രഗ്നൻ്റ് അല്ലാത്തത് നല്ല കാര്യമാണെന്നിങ്ങനെ പറയുകയാണേ. കാരണം നിനക്ക് പ്രിപ്പയർ ആവാൻ കുറച്ച് ടൈം കിട്ടിയില്ലേ എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു മെയിൽ ഒമേഗ പ്രഗ്നൻ്റ് ആവുന്നത് അതൊരു വലിയ കാര്യമാണെന്ന് പറയുകയാണ് അവൻ. അതേപോലെ ഫാറ്റിൻ്റെ ബോഡിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുകയാണ് അവൻ. അപ്പോൾ ഓങ്സി ആണെങ്കിൽ അങ്ങ് അറിയാതെ പറയാണ്, അതോർത്ത് നീ പേടിക്കേണ്ട, ഒരു പ്യൂർ ഒമേഗയുടെ ബോഡി ഒരു ഓർഡിനറി ഒമേഗേനേക്കാളും ഭയങ്കര സ്ട്രോങ് ആണെന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നത് അവർ രണ്ടുപേരും ഷോക്കാവുകയാണ്. എന്നിട്ട് നക്കിനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്ത് പ്യൂർ ഒമേഗയോ, അപ്പോൾ ഫാറ്റ് ഒരു പ്യൂർ ഒമേഗയാണോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മുടെ നക്കുനാണെങ്കിൽ ശരിക്കും ഷോക്കാവുകയാണ്. ഇവനൊരു ഒമേഗയാണെന്നല്ലേ അറിയത്തുള്ളായിരുന്നു, പ്യൂർ ഒമേഗയാണെന്ന് അറിയത്തില്ലായിരുന്നല്ലോ. അപ്പോൾ അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഫാറ്റ് നീ ശരിക്കും ഒരു പ്യൂർ ഒമേഗയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫാറ്റ് പറയാണ്, നീ ഒരു കാര്യത്തെപ്പറ്റി ആരോടും പറയരുത്, ഇതെൻ്റെ ഓർഡറായിട്ട് വേണമെങ്കിൽ കരുതിക്കോളാൻ പറയാണ്. അപ്പോൾ അവൻ പറയാണ്, നിങ്ങളുടെ ഡാഡ് എന്നെ ഒരു പ്യൂർ ഒമേഗ ആയതുകൊണ്ട് മാത്രം അക്സെപ്റ്റ് ചെയ്യുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്ന് അവൻ പറയാണ്. എന്നിട്ട് അവൻ പറയാണ്, നിങ്ങളുടെ ഫാമിലിയിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി മാത്രമുള്ളൊരു ബ്രീഡിങ് ടൂൾ ആവാൻ എനിക്ക് താല്പര്യമില്ല എന്നിങ്ങനെ പറയാണ്. അതേപോലെ ഡാഡ് ഞാൻ ആരാണോ എന്നെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നതിലാണ് എനിക്ക് താല്പര്യമെന്ന് ഇങ്ങനെ പറയണവൻ. അപ്പം നക്കിനാണെങ്കിൽ പറയുന്നുണ്ട്, ഇത് ഡാഡെങ്ങാണോ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫാറ്റിന് ഒരു സ്വസ്ഥതയും കാണത്തില്ല, അയാൾക്ക് പവറിന് വേണ്ടിയിട്ട് അയാൾ എന്തും ചെയ്യുമെന്ന് പറയാണ്. അപ്പം നക്കുനാണെങ്കിൽ അവന് പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇത് നമ്മുടെ ഇടയിൽ ഒരു സീക്രട്ടായിട്ട് ഇരിക്കുമെന്ന് ഇങ്ങനെ പറയണവൻ. അതേപോലെ തന്നെ നീ റെഡി അല്ലാത്തടത്തോളം കാലം ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല എൻ്റെ ഡാഡിനെ നിൻ്റെ ബ്ലഡ് ലൈൻ യൂസ് ചെയ്യാനെന്നിങ്ങനെ പറയാണ്. അങ്ങനെ ഫാറ്റ് ഇറങ്ങാൻ നേരം നമ്മുടെ ഓങ്സി എടുത്ത് പറയുന്നുണ്ട്, നിൻ്റെ കഴുത്തിൽ ഉറുമ്പ് അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഓയിൽമെൻറ്റ് ഇടാൻ മറക്കണ്ടെന്നിങ്ങനെ അവനെ കളിയാക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. അത് കഴിഞ്ഞ് ഓങ്സി ആണെങ്കിൽ പറയുകയാണ്, നീ അത് വെച്ച് കളിക്കുന്നത് നിർത്തിയിട്ട് നീ നക്കുൻ്റെ അടുത്തുനിന്ന് വർക്കൊക്കെ സീരിയസ് ആയിട്ട് പഠിക്കാൻ നോക്കാമെന്നിങ്ങനെ പറയുകയാണ്. അതിനൊക്കെ ആണെങ്കിൽ നിനക്ക് എന്നെ ഷോപ്പിൽ വന്ന് എല്ലാ ദിവസവും കാണാമെന്നൊക്കെ പറയുകയാണവൻ. വർക്കിൻ്റെ കാര്യമാണെങ്കിൽ അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് നക്കുനാണെന്ന് പറയുകയാണവൻ. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എൻ്റെ ഇപ്പോൾ ഉള്ള ഈ ഒരു സേവിങ്സ് മാത്രം മതി നിന്നെ ലൈഫ് ടൈം നന്നായിട്ട് നോക്കാനെന്നൊക്കെ അവനിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഓങ്സെ പറയുന്നുണ്ട്, നീ ഒരു ട്രൂ ആൽഫയാണ്, എന്നാൽ നീ സ്നേഹിക്കുന്നത് ഒരു ഓർഡിനറി ബീറ്റ ആയിട്ടുള്ള എന്നെയാണെന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഈ ഒരു ലോകത്ത് ആൽഫാസിനും ഒമേഗാസിനും ബീറ്റാസൊക്കെ പോലെ ഒരുപാട് പേരുണ്ടെങ്കിലും എന്നാലും അവസാനം നമ്മളെല്ലാവരും ഒരു ഓർഡിനറി ആയിട്ടുള്ള പീപ്പിളാണെന്ന് പറയുകയാണ് അവൻ. നമ്മുടെ എല്ലാവരുടെയും ബ്ലഡ് ഒന്ന് തന്നെയാണ്, അതേപോലെ നമുക്ക് സങ്കടവും അതേപോലെ തന്നെ വേദനയും എല്ലാം ഉണ്ടെന്ന് പറയുകയാണ് അവൻ. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഞാനിങ്ങനെയൊക്കെ പറയാൻ കാരണം എൻ്റെ ഫ്രണ്ടാണ്, അവളും ഒരു ബീറ്റയാണെന്നിങ്ങനെ പറയുകയാണ്. അതേപോലെ അവൻ പറയണം, ഒരാളുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ അയാളുടെ ഫെറോമോണോ അയാളുടെ ബ്ലഡ് ലൈനോ ഒന്നുമല്ല, അയാളുടെ ഹാർട്ടാണെന്നിങ്ങനെ പറയുകയാണ്. നിൻ്റെ ഈ ഒരു ഹൃദയമാണ് ഞാൻ നിന്നിൽ കണ്ടതെന്നിങ്ങനെ പറയുകയാണ് അവൻ. അങ്ങനെ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് അവരിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു സീൻ അവിടെ കട്ടാകുമ്പോൾ പിന്നെ കാണിക്കുന്ന അവരുടെ ഡാഡിനെയാണ്. അപ്പം അയാൾക്കാണെങ്കിൽ ആ ഒരു പ്യൂർ ഒമേഗയുടെ ഇൻഫർമേഷൻ കൊണ്ടുവന്ന് കൊടുക്കുവാണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് അയാളാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇത്രയേ ഉള്ളൂ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ ബോഡി ഗാർഡ് പറയുകയാണ്, ആ ഒരു ചെറുക്കൻ അവൻ്റെ ടെസ്റ്റ് നടത്തിയതിന് ശേഷം അവിടെയുള്ള എല്ലാ ഡീറ്റെയിൽസും അതേപോലുള്ള ഫുട്ടേജസും പോയെന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അവനെ കണ്ടുപിടിക്കാൻ നോക്കുന്ന വേറെ ആരോ ഉണ്ട്, അതുകൊണ്ട് അവനേക്കാളും മുമ്പേ നമ്മൾ തന്നെ അവനെ കണ്ടുപിടിക്കണമെന്ന് പറയണം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കാനും പറയുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നക്കിൻ വരുന്നത്. അപ്പം അവൻ്റെ അടുത്ത് അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഞാനൊരു പ്യൂർ ഒമേഗേനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് അവനുമായിട്ട് ബോണ്ട് ആവണം, എന്നാലേ നമ്മുടെ ഫാമിലിക്ക് ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു ഹെയറിനെ കിട്ടത്തോളം എന്നിങ്ങനെ പറയണം. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് അതിന് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ ഓൾറെഡി സ്നേഹിക്കുന്ന ഒരാളുണ്ടെന്ന് പറയുകയാണ്. അപ്പം അയാളാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്ത് ലവോ? എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, നീ ഒരു ആൽഫയാണ്, നീ നിൻ്റെ സ്റ്റാറ്റസ് മറന്നിട്ട് ഒരു ബീറ്റേനാണോ നീ സ്നേഹിക്കുന്നതെന്നൊക്കെ അയാളിങ്ങനെ ചോദിക്കുവാണ്. ഈ ഒരു റിലേഷന് നമ്മുടെ ബ്ലഡ് ലൈനുമായിട്ട് യാതൊരു ഫ്യൂച്ചറും ഇല്ലയെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്ക് ഇതൊരു നാണക്കേടാണെന്നും പറയുന്നുണ്ട്, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഓങ്സയായിട്ട് ബ്രേക്കപ്പ് ചെയ്യാനൊക്കെ പറയുകയാണ് അയാൾ. അപ്പോൾ അവനാണെങ്കിൽ ചോദിക്കുവാണ്, ഒരു ബീറ്റാനെ സ്നേഹിക്കുന്നത് അത്ര വലിയ ഷെയിമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകനായിട്ടുള്ള നട്പിച്ച് ഇന്ന് കാണത്തില്ലായിരുന്നല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഇത് കേൾക്കുന്നത് അയാളാണെങ്കിൽ അവനെ അങ്ങ് അടിക്കുവാണ് കേട്ടോ.
അപ്പോഴാണ് അങ്ങോട്ടേക്ക് നട്പിച്ച് കയറി വരുന്നത്. അപ്പം ഡാഡാണെങ്കിൽ പറയുന്നുണ്ട് നീ ഈ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് പറയുകയാണ്. അപ്പം അവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ ആരാണ്, ഞാൻ ഈ വീട്ടിൽ ആരാണെന്ന് ഇങ്ങനെ ചോദിക്കുവാണ് അവൻ. എന്നിട്ട് അവൻ പറയാണ് ഞാനൊരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ് ഇവിടെ, അതേപോലെ നിങ്ങൾ സ്നേഹിച്ച ആ ഒരു ബീറ്റയുടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് മാത്രമാണല്ലേ ഞാനെന്നിങ്ങനെ പറയുകയാണവൻ. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ബ്രദേഴ്സിനെ പോലെ ഒരു ട്രൂ ആൽഫയല്ല, വെറും ഒരു ഹാഫ് ബ്രീഡ് ആൽഫയാന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയാണ് ഞാനാണ് നിന്നെ വളർത്തിയത്, ഈ ഒരു ലക്ഷറീസ് ആയിട്ടുള്ള ലൈഫെല്ലാം തോന്നുന്നത് ഞാനാണ്, എന്നിട്ട് നീ എന്നോട് തന്നെ തിരിച്ച് സംസാരിക്കുവാണോ എന്നൊക്കെ അയാളിങ്ങനെ പറയാണ്. അതേപോലെ തന്നെ അവൻ പറയാണ് ഈ ഒരു ഫാമിലിയിൽ കുറേ സ്റ്റുപ്പിഡായിട്ടുള്ള കുറേ റൂൾസ് ഉണ്ട്, അതേപോലെ തന്നെ ആർക്ക് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെയ്റ്റിനെ, ഈ ഒരു കൊള്ളാത്ത ബ്ലഡ് ലൈൻ കണ്ടിന്യൂ ചെയ്യാനെന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇനി എന്നെ ഈ ഒരു ഫാമിലിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവാണ് കേട്ടോ ദേഷിച്ച്. അപ്പം നക്കിനാണെങ്കിൽ അവനെ വിളിക്കുന്നുണ്ട്, എന്നാൽ അവനാണെങ്കിൽ നിൽക്കാതെ അങ്ങ് പോവുകയാണ്. അപ്പം നട്പിച്ചെന്ന് പറഞ്ഞാൽ ഇവരുടെ സ്റ്റെപ്പ് ബ്രദറാണ്, അതേപോലെ തന്നെ മറ്റേവരെ കണക്ക് ഇവനൊരു ട്രൂ ആൽഫയല്ല, ജസ്റ്റ് ഒരു ആൽഫയാണ്. അങ്ങനെ ഇവനാണെങ്കിൽ കാറിലിരുന്ന് ഇങ്ങനെ കരയുന്നതൊക്കെയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ഞെട്ടിപ്പിച്ചവിടെ ബാറിലിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അവൻ്റെ ദേഹത്ത് ഒരാൾ വന്ന് തട്ടുന്നുണ്ട്. അപ്പം അവനാണെങ്കിൽ ദേഷിച്ചിങ്ങനെ ചോദിക്കുകയാണ് നിനക്കറിയാം ഇങ്ങനെ ആരുടെ മോനാണെന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ പറയുകയാണോ നീ അറിഞ്ഞാലും എന്നെപ്പറ്റി ആരും കെയർ ചെയ്യാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുകയാണ്. അത് കഴിയുമ്പം നക്കിനാണെങ്കിൽ നക്കുൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്കറിയാവോ ഡാഡ് ആരെങ്കിലും ട്രൂ ആയിട്ട് സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ പറയുന്നുണ്ട് ആ ഉണ്ട് ഒരാളെ, നട്പിച്ചിൻ്റെ അമ്മേനെ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്, ഞാൻ സ്നേഹിക്കുന്ന ആളുടെ കൂടെ കഴിയാൻ എനിക്ക് പിന്നെ പറ്റാത്ത എന്താണെന്നിങ്ങനെ അവൻ ചോദിക്കുകയാണ്. അതുമാത്രമല്ല നട്പിച്ചിൻ്റെ അമ്മയും ഒരു ബീറ്റ് അല്ലായിരുന്നോ എന്നിങ്ങനെ അവൻ പറയുകയാണ്. കാരണം ഡാഡ് വിചാരിക്കുന്നത് നമ്മുടെ ഫാമിലി ഏറ്റവും ടോപ്പിൽ വരണമെന്നാണ് വിചാരിക്കുന്നതെന്ന് പറയുകയാണ്. അതുമാത്രമല്ല നീ ഒരു പ്യൂർ ഒമേഗയായിട്ട് ബോണ്ടാവുകയാണെങ്കിൽ നമ്മുടെ അടുത്ത ജനറേഷനിലൊക്കെ വരുന്നത് എനിഗ്മ ആയിരിക്കും എന്നിങ്ങനെ പറയുകയാണ് അവൻ. അപ്പം നക്കിനാണെങ്കിൽ പറയുന്നുണ്ട് നീ പോയി ആ ഓൾഡ് മാൻ്റെ അടുത്ത് പറ, അയാൾ കെയർ ചെയ്യുന്ന അയാളുടെ ഒരേ ഒരു മോനാണെങ്കിൽ എവിടെ പോയെന്ന് പോലും അറിയത്തില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പം നട്പിച്ചിനെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അപ്പോഴാണ് നമ്മുടെ നക്കുൻ്റെ ഒരു കോൾ വരുന്നത്. അപ്പം അവൻ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അവൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവരാണെങ്കിൽ പറയുന്നത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നത് അവർ രണ്ടുപേരും അങ്ങ് ഷോക്കാവുകയാണ്. അവൻ പറയുന്നുണ്ട് നിങ്ങൾ തെറ്റായിട്ടുള്ള ആളെ പിടിച്ചതെന്ന്. ആ ഓഫീസർ പറയാണ് നിങ്ങളാണ് ആ ഒരു പെണ്ണിൻ്റെ കൂടെ അവസാനമായിട്ട് കണ്ടതെന്ന് ഇങ്ങനെ പറയണം. അപ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്ക് ആ പെണ്ണിനെ അറിയത്തില്ല എന്ന് പറയാണ്. അപ്പം നക്കുനാണെങ്കിൽ അവരുടെ അടുത്ത് പറയുന്നുണ്ട് ഞങ്ങളൊരിക്കലും വിശ്വസിക്കത്തില്ല, ഞങ്ങളുടെ ബ്രദർ ഒരിക്കലും ഹ്യൂമൻ ട്രാഫിക്കിലൊന്നും ഇൻവോൾവ് അല്ല എന്നൊക്കെ അവനാണെങ്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഓഫീസർ പറയുകയാണ് എവിഡൻസൊക്കെ അവനെയാണ് പോയിൻറ്റ് ചെയ്യുന്നതെന്ന് പറയുകയാണ്. അപ്പം അവരാണെങ്കിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ ബ്രദർ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവനെ ഒന്ന് ഞങ്ങൾക്ക് കാണണമെന്ന് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ആണെങ്കിൽ നട്പിച്ചിനെ കാണാനായിട്ട് വരുവാണ്. അപ്പം അവനാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പം നക്കുനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നീ അത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഇല്ല ഞാൻ ചെയ്തിട്ടില്ല, അവരെന്നെ ഫ്രെയിം ചെയ്യാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം നക്കുനാണെങ്കിൽ പറയാണ് നീ എൻ്റെ കണ്ണിൽ നോക്കി ആൻസർ പറയാൻ പറയാണ്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട് ഇല്ല ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, പ്ലീസ് എന്നെ വിശ്വസിക്കാൻ പറയാണ് അവൻ. അപ്പം നക്കുനാണെങ്കിൽ പറയുന്നുണ്ട് നിന്നെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇവിടുന്ന് പുറത്തിറക്കുമെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അവരാണെങ്കിൽ അവനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും അതേപോലെ തന്നെ ബെയിൽ മണിയൊക്കെ കൊണ്ടുവരികയാണ്. അപ്പം അവിടെയുള്ള ഓഫീസർ പറയുകയാണ് ഇതൊരു നോർമൽ കേസല്ല, അതേപോലെ തന്നെ സുപ്പീരിയേഴ്സിൻ്റെ അപ്രൂവലും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുകയാണ്. അപ്പം നക്കിൻ ചോദിക്കുകയാണ് നിങ്ങൾ മനഃപൂർവ്വം അവനെ വിടാത്തതല്ലേ എന്ന് ചോദിക്കുമ്പം അയാളാണെങ്കിൽ പറയുന്നുണ്ട് ഇത് റൂൾ അങ്ങനെയാണെന്ന് പറയുമ്പോഴത്തേക്കും അവൻ ചോദിക്കുകയാണ് റൂളാണോ അതോ ആരുടെയെങ്കിലും ഓർഡർ ആണോ എന്ന് ചോദിക്കുവാണ്. അങ്ങനെ അവരാണെങ്കിൽ നട്പിച്ചിനെ കാണാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കും ഒരു പോലീസുകാരനാണെങ്കിൽ അവരെ തടയാനായിട്ട് നോക്കുകയാണ്. എന്നാൽ അവരാണെങ്കിൽ അവരുടെ പവർ ഉപയോഗിച്ചിട്ട് അയാളെ അങ്ങ് വേദനിപ്പിക്കുവാണേ. എന്നിട്ട് ഒറ്റ ചവിട്ടിന് അവരാണെങ്കിൽ ആ ഒരു ഡോറങ്ങ് തകർക്കുവാണ്. എന്നിട്ട് നട്പിച്ചിനെ ആണെങ്കിൽ അവർ പുറത്തിറക്കുന്നുണ്ട്. എന്നിട്ട് നക്കിൻ പറയാണ് ഞങ്ങൾ ഞങ്ങളുടെ ബ്രദറിനെ കൊണ്ടുപോവാണ്, ബെയിൽ മണി നിങ്ങളുടെ ടേബിളിൽ വെച്ചിട്ടുണ്ട്, ഇനി എന്തെങ്കിലും ഡാമേജ് കോമ്പൻസേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ലോയറിനെ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറയാണ്. അത് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ നട്പിച്ചാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയണം. അപ്പം അയാളാണെങ്കിൽ പറയുന്നുണ്ട് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നീ അറസ്റ്റിലായിട്ടുള്ള ന്യൂസ് എല്ലായിടും അറിഞ്ഞു കഴിഞ്ഞു, നീ എന്തിനാണ് എപ്പോഴും നമ്മുടെ ഫാമിലിക്ക് നേരെ ഇങ്ങനെ പ്രോബ്ലംസ് മാത്രം ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പം നക്കിനാണെങ്കിൽ അങ്ങനെ സംസാരിക്കാൻ വരുമ്പോഴത്തേക്കും അച്ഛനാണെങ്കിൽ അവനെയും വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ നിന്നെ വാൺ ചെയ്തതല്ലേ എന്ന് പറഞ്ഞിട്ട് നട്പിച്ചിനെ അടിക്കാനായിട്ട് വരുമ്പോൾ നക്കുനാണെങ്കിൽ അച്ഛനെ തടയുന്നുണ്ട്. അപ്പോൾ അവരുടെ അമ്മയാണെങ്കിൽ വന്ന് പറയാണ് നട്പിച്ച് ശരിക്കും ഇന്നസെൻ്റ് ആണെങ്കിലും ഞാൻ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറയാണ്. അവനെ ആരെങ്ങനെ കണ്ടാലും അവനൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറയാണ് കേട്ടോ അമ്മ. എന്നിട്ട് അയാൾ പെട്ടെന്ന് നമ്മുടെ ഫാറ്റിൻ്റെ അടുത്തോട്ട് അങ്ങ് തിരിയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നീ ഈ ഒരു വീട്ടിലോട്ട് കാലെടുത്ത് വെച്ചപ്പോൾ തൊട്ട് ഈ വീട്ടിൽ ഫുള്ള് പ്രശ്നങ്ങളാണെന്ന് പറയാണ്.
അപ്പോൾ അവൻ പറയാണ്, നിങ്ങളുടെ കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണമെന്ന് പറയാണ്. അല്ലാതെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിനെ ഇങ്ങനെ വന്ന് ഇൻസൾട്ട് ചെയ്താൽ നിങ്ങളൊരിക്കലും നല്ലൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ആളാവുമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട എന്നിങ്ങനെ പറയുകയാണ് അവൻ. അത് മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഈ ഒരു പേടിയാണ് കാണിച്ചു കൊടുക്കുന്നതെന്ന് പറയാണ്. നിങ്ങളെ പേടി കാരണം നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലംസ് എങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല എന്ന് അവൻ പറയാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നിങ്ങളെയും കാട്ടി വീക്കായിട്ടുള്ള ആളുകളടുത്ത് നിങ്ങളുടെ ദേഷ്യം കാണിക്കുന്നതല്ലേ മിസ്റ്റർ നരറ്റ് എന്നിങ്ങനെ ചോദിക്കുകയാണ് അവൻ. അപ്പോൾ അവൻ അയാളെപ്പറ്റി പറഞ്ഞതൊക്കെ ശരിയാണോ എന്നറിയത്തില്ല. എന്തായാലും അയാളൊന്നും പറയാതെ ദേഷ്യത്തിൽ അകത്തോട്ടങ്ങ് കയറി പോവുകയാണേ. അത് കഴിഞ്ഞ് അവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് നട്പിച്ചിൻ്റെ ആ ഒരു കേസിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ബോഡി ഗാർഡ്സ് കളക്ട് ചെയ്ത ആ ഒരു എവിഡൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ നക്കുലിനാണെങ്കിൽ കൊടുക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട് അതിനകത്ത് ആ ഒരു മായി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിൻ്റെ ഫോട്ടോയും ഉണ്ടെന്ന് പറയുവാണേ. അങ്ങനെ അവരെല്ലാവരും ആണെങ്കിൽ ആ ഒരു ഫോട്ടോ ഇങ്ങനെ നോക്കുകയാണ്. അപ്പം നട്പിച്ചാണെങ്കിൽ അതിങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പം നക്കുനാണെങ്കിൽ ചോദിക്കുകയാണ്, നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അവനാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് ഷുവർ അല്ല, എന്നാലും ഞാൻ ഈ ഒരു പെണ്ണിനെ അന്ന് ആ ബാറിൽ വെച്ച് കണ്ടതായിട്ടാണ് എനിക്ക് തോന്നിയതെന്ന് ഇങ്ങനെ പറയുകയാണ് അവൻ. അപ്പോൾ ആ ഒരു പെണ്ണ് ആരാണ്, അതേപോലെ തന്നെ ആ പെൺകുട്ടിക്ക് എന്താ പറ്റിയെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പം ഈ ഒരു സീനോട് കൂടിയിട്ടാണ് നമ്മുടെ എപ്പിസോഡ് 7 ഇവിടെ എൻഡ് ആകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.